വേലുത്തമ്പി ദളവ വീരനായകനും വിപ്ലവകാരിയും 18ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ, അതായത് 1765 മെയ് 6-ന് ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ തലക്കുളത്ത് വലിയ വീട്ടിൽ വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി പിറന്നു. പിൽക്കാലത്ത് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ തീപ്പൊരിയായി മാറിയ അദ്ദേഹത്തെ ചെറുപ്പം മുതൽക്കേ എല്ലാവരും വേലുത്തമ്പി എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മഹാരാജാവിൽ നിന്ന് ചെമ്പകരാമൻ എന്ന പട്ടം പാരമ്പര്യമായി ലഭിച്ചിരുന്നു. യുവത്വം മുതൽക്കേ വേലുത്തമ്പിക്ക് കാര്യക്ഷമതയും ധൈര്യവുമുണ്ടായിരുന്നു. 1784-ൽ വെറും 20 വയസ്സുള്ളപ്പോൾ കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ സാധനങ്ങൾ കവർന്ന കള്ളന്മാരെ തന്റെ തന്ത്രവും കഴിവും കൊണ്ട് പിടികൂടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ സംഭവത്തോടെ സന്തുഷ്ടനായ മഹാരാജാവ് അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ കാര്യക്കാരനായി ജോലി നൽകി. അക്കാലത്ത് രാജാ കേശവദാസ് ആയിരുന്നു ദളവ പ്രധാനമന്ത്രി. ദളവ പദവിയിലേക്ക് തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥരിൽ ചിലരുടെ കെടുകാര്യസ്ഥതയും ജനങ്ങളുടെ ദുരിതവും വേലുത്തമ്പിയെ അസ്വസ്ഥനാക്കി. 1799-ൽ ഇരണിയലിൽ വെച്ച് അദ്ദേഹം ജനങ്ങളെ സംഘടിപ്പിച്ച് ഒരു നാട്ടുകൂട്ടം വിളിച്ചു ചേർത്തു. ജനങ്ങളുടെ പരാതികൾ രാജാവിന്റെ മുന്നിലെത്തിച്ച് അഴിമതിക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. ഇതിന്റെ ഫലമായി അതേ വർഷം ഓഗസ്റ്റ് 15-ന് വേലുത്തമ്പി മുളകുമടിശ്ശിയിലെ സർവാധികാരിക്കാർ വാണിജ്യ വ്യവസായ മന്ത്രി എന്ന പ്രധാന പദവിയിലെത്തി. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ വളർച്ച അതിശയിപ്പിക്കുന്ന വേഗതയിലായിരുന്നു. 1802-ൽ അദ്ദേഹം തിരുവിതാംകൂർ രാജ്യത്തിന്റെ പരമോന്നത ഉദ്യോഗസ്ഥ പദവിയായ ദളവയായി അവരോധിക്കപ്പെട്ടു. രാജാ കേശവദാസന്റെ പിൻഗാമിയായി വന്ന ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയെ നീക്കം ചെയ്താണ് അദ്ദേഹം ദളവയായത്. ദളവയായിരിക്കെ അദ്ദേഹം രാജ്യത്ത് നിരവധി ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. നീതിന്യായ വ്യവസ്ഥയിലും ഭരണനിർവഹണത്തിലും മാറ്റങ്ങൾ വരുത്തി. ജനങ്ങൾക്ക് വേഗം നീതി ലഭിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. വിപ്ലവത്തിന്റെ തീപ്പൊരി. വേലുത്തമ്പിയുടെ ഭരണകാലം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ സ്വാധീനം തിരുവിതാംകൂറിൽ വർദ്ധിച്ചുവരികയായിരുന്നു. 1805-ൽ ബ്രിട്ടീഷുകാരുമായി ഒരു പുതിയ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോടെ കമ്പനിയുടെ ഇടപെടലുകൾ രാജ്യകാര്യങ്ങളിൽ കൂടിക്കൂടി വന്നു. ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയുടെ ആവശ്യങ്ങളും ഇടപെടലുകളും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയായി മാറി. വേലുത്തമ്പി ദളവ ഇതിൽ ശക്തമായി പ്രതിഷേധിച്ചു. 1808-ൽ അദ്ദേഹം റെസിഡന്റ് മെക്കാളയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത അദ്ദേഹം വിദേശാധിപത്യത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തി. 1809 ജനുവരി 11-ന് ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചു. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അതിക്രമങ്ങളെയും ചൂഷണങ്ങളെയും തുറന്നുകാട്ടിക്കൊണ്ട് അവരെ രാജ്യത്തുനിന്ന് പുറത്താക്കാൻ അദ്ദേഹം തിരുവിതാംകൂറിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വിളംബരം കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ ഒരു വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു. ഒടുവിലത്തെ യാത്ര. കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാരെ പ്രകോപിപ്പിച്ചു. അവർ തിരുവിതാംകൂറിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് സൈന്യം തിരുവിതാംകൂർ സൈന്യത്തെ പരാജയപ്പെടുത്തി മുന്നേറി. രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ രാജാവ് ബ്രിട്ടീഷുകാരുമായി ഒത്തുതീർപ്പിലെത്തി. ബ്രിട്ടീഷ് ക്യാപ്റ്റൻ സെന്റ്ലഗർ ആവശ്യപ്പെട്ട പ്രകാരം 1809 മാർച്ച് 18-ന് ബാലരാമവർമ്മ രാജാവ് വേലുത്തമ്പിയെ ദളവ പദവിയിൽ നിന്ന് നീക്കുകയും അദ്ദേഹത്തെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വേലുത്തമ്പിയുടെ ബദ്ധശത്രുവായിരുന്ന ഉമ്മിണിത്തമ്പിയെ പുതിയ ദളവയായി നിയമിച്ചു. ബ്രിട്ടീഷ് സൈന്യം വേലുത്തമ്പിക്കായി വലവിരിച്ചു. അദ്ദേഹത്തെ പിടികൂടാൻ 50,000 രൂപ പാരിതോഷികം പ്രഖ്യാപിക്കപ്പെട്ടു. തിരുവനന്തപുരത്തുനിന്ന് പലായനം ചെയ്ത വേലുത്തമ്പി കുന്നത്തൂരിലെ കാടുകളിലും തുടർന്ന് മണ്ണടിയിലെ ഒരു പുരോഹിതന്റെ അടുത്തും അഭയം തേടി. ഒടുവിൽ ഉമ്മിണിത്തമ്പിയുടെ ആളുകൾ അദ്ദേഹത്തെ മണ്ണടിയിൽ വെച്ച് കണ്ടെത്തി. പിടിയിലാകുമെന്നുറപ്പായപ്പോൾ 1809 മാർച്ച് 29-ന് ചില രേഖകൾ പ്രകാരം ഏപ്രിൽ 8 വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. എങ്കിലും അദ്ദേഹത്തിന്റെ മരണം ബ്രിട്ടീഷുകാരുടെ ക്രൂരതയ്ക്ക് അറുതി വരുത്തിയില്ല. മരിച്ച വേലുത്തമ്പിയുടെ ശരീരം കണ്ണമ്മൂലയിലെ മരത്തിൽ കെട്ടിത്തൂക്കി പ്രദർശിപ്പിച്ചു. അന്നത്തെ ഗവർണർ ജനറലായിരുന്ന മിന്റോ പ്രഭു പോലും ഈ നടപടിയെ ശക്തമായി അപലപിച്ചു. ബ്രിട്ടീഷ് മേൽക്കോയ്മയെ ചോദ്യം ചെയ്യുകയും ജനങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്ത ധീരനായ ഈ ഭരണാധികാരി കേരള ചരിത്രത്തിലെ വീരപുരുഷന്മാരിൽ ഒരാളായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു.